എല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്റർ ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡുകളാണ്. സാധാരണ ഒരു ക്രിസ്ത്യൻ വീട്ടിൽ കഴിക്കുന്ന ഫുഡുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പാതിരാ കുർബാനയ്ക്ക് ഈസ്റ്ററിന് സ്പെഷ്യലായി കിട്ടിയ മുട്ടയാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്. സമയം 2 മണിയാണ്, രാത്രി 2 മണി. ഞാൻ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. സാധാരണ ഒരു പുഴുങ്ങിയ മുട്ടയാണ്, അപ്പോൾ സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നുമില്ല. നോർമൽ പുഴുങ്ങിയ മുട്ടയുടെ ടേസ്റ്റ് അതെനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. അത് ഞാനൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അടുത്തത് നോമ്പ് തുറക്കൽ സ്പെഷ്യൽ ബ്രെഡും ബീഫ് റോസ്റ്റും. കാണുമ്പോൾ എനിക്ക് കൊതി വരും കഴിക്കാൻ. നല്ല സോഫ്റ്റ് ബ്രെഡും തൊടുമ്പോൾ പുട്ടുപോലെ പൊട്ടുന്ന ബീഫും. കണ്ട എത്ര ടെൻഡർ പീസാണത്. നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു. അത് പൊളിയായിരുന്നു. ആ ഒരു പിടി ബ്രെഡിൽ മറ്റേ ഗ്രേവി കുതിർന്നിട്ട് അതും ബീഫിൻ്റെ ഒരു പീസും കൂടി വെച്ചിട്ട് വായിലാക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് പൊളിയായിരുന്നു. സൂപ്പർ ടേസ്റ്റ്. ഞാനിതിനൊരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അത്രയും ടേസ്റ്റി ആയിരുന്നു അത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒപ്പം ഒരു ബോട്ടിൽ സ്ലൈസും ഞാൻ കുടിച്ചു. അതും സൂപ്പറായിരുന്നു. അതിന് ഞാനൊരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും ഞങ്ങൾ കഴിക്കുന്നത് പോലെ അപ്പം ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു ഇത്. ഞാൻ പൊട്ടിച്ച് കാണിച്ചത് കേട്ടോ. നോക്കി കണ്ട, നല്ല സോഫ്റ്റ് അപ്പം, പൊളിയായിരുന്നു. ഇനി നല്ല ഒരു ക്രീമി ചിക്കൻ സ്റ്റൂ അതിൻ്റെ മേലേക്ക് ഒഴിക്കുക. സൈഡിലേക്ക് എൻ്റെ പീസും അത് ചിക്കൻ പീസും പൊട്ടാറ്റോയും പിന്നെ അതിൻ്റെ ഗ്രേവി അതിൻ്റെ മേലേക്ക് ഒഴിച്ചാൽ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. വെളുത്തിട്ടുള്ള ചിക്കൻ സ്റ്റൂ അപ്പത്തിൽ കുതിർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്കൊരു പിടി പിടിക്കാം. അപ്പം പൊട്ടിച്ച് സ്റ്റൂവിൽ മുക്കി അതിൻ്റെ പീസ് എടുത്തിട്ട് നല്ലൊരു പിടി വായിൽ വയ്ക്കുക. കിട്ടുന്ന ടേസ്റ്റ് പൊളിയായിരുന്നു. പിന്നെ അത് മറക്കാനേ പറ്റില്ല. ആ ടങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നിനേക്കുമായി നിൽക്കും. വാവ്, ഐ ലൈക്ക് ഇറ്റ്. ഞാൻ അതിനൊരു 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അതിൻ്റെ പീസ് നോക്ക്, നല്ല ജ്യൂസി പീസ്, നല്ല ടെൻഡർ ആയുള്ള പീസ് ആയിരുന്നു അത്. കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് വാവ്, സൂപ്പർ. അടുത്തത് ലഞ്ചിന് നമുക്ക് ഫസ്റ്റ് കുറച്ച് വൈറ്റ് റൈസ് ഇടാം. അടുത്തത് മഞ്ഞ മീൻകറി. നല്ല സൂപ്പർ ആവോലിയുള്ള മീൻകറിയാണിത്. കാണുമ്പോൾ ചോറിൻ്റെ ഒപ്പം ബെസ്റ്റ് ഒരു കോംബോ ആണ്. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണിത്. അടുത്തൊരു ഡക്കാണ്. ഡക്ക് സാധാരണ ഈസ്റ്ററിന് കഴിക്കാറില്ല, സാധാരണ ഒരിക്കലും കഴിക്കാറില്ല ഡക്ക്. ഇപ്പോൾ ഈസ്റ്ററിന് ഈ വർഷം ഈസ്റ്ററിന് അപ്പ ഡക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചു നോക്കാം നമുക്ക്. അടുത്തത് എൻ്റെ ഫേവററ്റ് ഫുഡ് ചിക്കൻ ഫ്രൈ. കാണുമ്പോൾ കടിച്ച് പറിച്ച് തിന്നാൻ തോന്നുന്നു. ഞാൻ അപ്പോൾ 2 പീസ് എടുക്കാം. എനിക്കറിയാം അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു പിടി പിടിക്കാം. ആദ്യം ഡക്കിന് തുടങ്ങാം. നല്ലൊരു പീസ് ഡക്കിന് എടുക്കാം നമുക്ക്. നല്ല സോഫ്റ്റ് ആട്ടോ, ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല സോഫ്റ്റാണ്. ഇനി കഴിച്ചു നോക്കാം. വാവ്, കുഴപ്പമില്ല. ഡക്ക് അധികം കഴിച്ച് ശീലമായിട്ടുണ്ടെങ്കിൽ അത്ര സ്പെഷ്യൽ ടേസ്റ്റ് തോന്നുന്നില്ല. സാധാരണ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിന് ഡക്കിനുള്ളൂ. ഡക്കിനൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അടുത്തത് ചിക്കൻ ഫ്രൈ. നല്ല സോഫ്റ്റ് ആട്ടോ, എല്ലാവരും സോഫ്റ്റാണ്.
ചിക്കൻ ഫ്രൈ എൻ്റെ സ്പെഷ്യൽ ഫുഡാണ്. അതും റൈസും മീൻകറിയും കഴിച്ച് നോക്കാം, പിന്നെ ഡക്കും കഴിച്ച് നോക്കാം. ഒക്കെ ഒരുമിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക സ്പൈസി ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ പ്രത്യേകിച്ച് നല്ലൊരു അടുത്ത് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ചിക്കൻ ഫ്രൈ. റൈസും ഫിഷ് കറിയും അതും നല്ലൊരു കോംബോ ആണ്, അതും ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈക്ക് ഞാനൊരു 9.5 കൊടുക്കാം. റൈസ് ആൻഡ് ഫിഷ് കറിക്ക് ഞാൻ ഒരു 6 കൊടുക്കാം. അതിനൊപ്പം നല്ലൊരു പൈനാപ്പിൾ കഴിക്കാം, നല്ല ജ്യൂസി ആൻഡ് സ്വീറ്റ് പൈനാപ്പിൾ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സ്പൈസി ഫുഡിനിടയ്ക്ക് ഒരു സ്വീറ്റ് ഫുഡ്. ഇതിനൊപ്പം നല്ലൊരു കുപ്പി ഫ്രൂട്ടിങ് പിടിച്ചു. വാവ്, അതും ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് ഞാനൊരു 7 out of 10 കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് കടിച്ച് പറിച്ച് വലിച്ചെടുക്കാം. ഡക്കൊക്കെ ചിക്കനെ സാധാരണ അങ്ങനെ കഴിക്കാറ്, പിന്നെ ഡക്ക് കഴിച്ചു നോക്കി, അങ്ങനെ രസം. അടുത്തിടെ നല്ല നെയ്യുള്ള പോർക്ക് എടുക്കാം. കുറേ ഉണ്ട്, നല്ല നെയ്യുള്ള പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നോക്ക്, നല്ല ജ്യൂസി നെയ്യുള്ളൊരു പീസ് എടുക്കും, നല്ല നെയ്യ്. ഇത് കഴിച്ചോട്ടോ. നെയ്യ് എനിക്ക് അത്ര ഇഷ്ടമല്ല. സാധാരണ പോർക്ക് കുഴപ്പമില്ല, ഇതിപ്പോൾ നെയ്യുള്ള ഭാഗം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. പോർക്ക് ഞാനൊരു 5 out of 10 കൊടുക്കും. ഇനി ഡെസേർട്ടായിട്ട് ലുലുവിന് വാങ്ങിച്ച ചോക്ലേറ്റ് ഡാനിഷ് റോൾ കഴിക്കും. നല്ല ചോക്ലേറ്റ് പീസാണത്. വേണ്ട, ചോക്ലേറ്റ് നിറഞ്ഞിട്ടിരിക്കണം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, ലുലു മോളിലുണ്ടാവും. ഇതിന് ഞാനൊരു 10 out of 10 റേറ്റിംഗ് കൊടുക്കും. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. എല്ലാവരും ജെ കിങ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി.